എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് A triumph of surgery. പറഞ്ഞിട്ടുള്ള പാഠം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഇതിൽ ഈച്ച് ആൻഡ് എവരിലെ നല്ല രീതിയിൽ തന്നെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസ് നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് 10th സ്റ്റാൻഡേർഡിലത്തെ ഇംഗ്ലീഷിൻ്റെ സപ്ലിമെൻ്ററിയിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ ട്രയംഫ് ഓഫ് സർജറി എന്ന പാഠഭാഗമാണ്. ട്രയംഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വിക്ടറീനെ പറയുന്ന ഒരു വാക്കാണ് ട്രയംഫ് എന്ന്. അപ്പോൾ ഒരു സർജറി നടത്തിയിട്ട് അതിൽ ഒരു വലിയൊരു വിജയം നേടിയ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറീൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, മിസ്സസ് പാംഫറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്ട്രസ് ഉണ്ടായിരുന്നു. ആൾ വളരെ റിച്ച് ആയിരുന്നു. അപ്പോൾ ആൾക്കൊരു നായക്കുട്ടിയുണ്ട്. നായക്കുട്ടീൻ്റെ പേര് ട്രിക്കി എന്നാണ്. അപ്പോൾ ട്രിക്കിക്ക് കുറേ ഭക്ഷണം കൊടുക്കും. അതേപോലെ തന്നെ ട്രിക്കീനെ എപ്പോഴും കൂടെ കൊണ്ട് നടത്തും. അതേപോലെ തന്നെ ട്രിക്കീനെ കൊണ്ട് നല്ല എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ട്രിക്കി ആണെങ്കിലോ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് ട്രിക്കിക്ക് എന്താണ് ഉണ്ടായത്, ഒരു വലിയ അസുഖം വന്നു. അപ്പോൾ അസുഖം വന്നപ്പോൾ നമ്മുടെ മൃഗ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു സർജറി നടത്തേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ട്രിക്കി ജീവനോടെ വന്നോ അല്ലെങ്കിൽ ട്രിക്കിക്ക് ബെറ്ററായോ, ട്രിക്കിൻ്റെ അസുഖം മാറിയോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ സപ്ലിമെൻ്ററിയിൽ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അതേപോലെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മലയാളത്തിൽ അത് മൈൻഡിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. A triumph of surgery. Tricky, a small dog, is pampered and overfed by his rich mistress. അപ്പോൾ ട്രിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞേ നായക്കുട്ടീനെ കുറേ കൊഞ്ചിച്ച് ലാളിച്ചും അതേപോലെ തന്നെ കുറേ ഭക്ഷണമൊക്കെ കൊടുക്കും നമ്മുടെ റിച്ച് മിസ്ട്രസ് എന്ന് വെച്ചാൽ പട്ടീനെ നോക്കുന്ന ആൾ. ഹി ഫോൾസ് സീരിയസ്ലി ഇൽ ആൻഡ് ഹിസ് മിസ്ട്രസ് കൺസൾട്ട് എ വെറ്റിനറി സർജൻ. അപ്പോൾ എന്താണ്, നമ്മുടെ നായക്കുട്ടിക്ക് നല്ല അസുഖം വന്നു, സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു. അപ്പോൾ എന്താണ്, ഒരു മൃഗ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡസ് ഈ പെർഫോം ആൻ ഓപ്പറേഷൻ. അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമോ, അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ നായക്കുട്ടീനെ നമുക്ക് റിക്കവറായി കിട്ടുമോ എന്നൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഓക്കെ, I was really worried about Ricky this time. I had pulled up my car when I saw him in the street with his mistress and I was shocked at his appearance. He had become hugely fat, like a bloated sausage, with a leg at each corner. His eyes, bloodshot and rheumy, stared straight ahead and his tongue ലോലഡ് ഫ്രം ഹിസ് ജോസ്. നിങ്ങളിത് കേട്ട് പേടിക്കണ്ട. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, നമ്മുടെ വെറ്റിനറി സർജൻ എന്ന് വെച്ചാൽ മൃഗ ഡോക്ടർ ഇങ്ങനെ കാറിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ട്രിക്കീനും ആ നായക്കുട്ടീൻ്റെ മിസ്ട്രസ്സിനും ഒരു സ്ട്രീറ്റിൽ വെച്ച് കാണാണ്. അപ്പോൾ ആ നായക്കുട്ടീനെ കണ്ടപ്പോൾ, ആ ട്രിക്കീനെ കണ്ടപ്പോൾ പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ ഡോക്ടർ. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടീൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപം എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഹി ഹാഡ് ബിക്കം ഹ്യൂജ്ലി ഫാറ്റ് ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് വിത്ത് എ ലെഗ് അറ്റ് ഈച്ച് കോർണർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നായക്കുട്ടി വളരെ തടിച്ചിട്ട് എന്താ, ബ്ലോട്ടഡ് സോസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീർത്തിരിക്കുന്ന ഒരു ഇറച്ചി കഷ്ണത്തിൻ്റെ പോലെയായിരുന്നു നമ്മുടെ നായക്കുട്ടീൻ്റെ ഒരു രൂപം. അതിൻ്റെ തടിച്ചിട്ട് രണ്ട് കാലും അപ്പുറത്തായിരുന്നു, ഈച്ച് കോർണറിലായിരുന്നു നമ്മുടെ നായക്കുട്ടീൻ്റെ രണ്ട് കാലുകളും. ഹിസ് ഐസ് ബ്ലഡ് ഷോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നായക്കുട്ടീൻ്റെ കണ്ണ് ചുമന്നിട്ട് അതിൽ നിന്ന് റൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലത്തെ സംഭവം എന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. സ്റ്റയേർഡ് സ്ട്രെയിറ്റ് അഹെഡ് ആൻഡ് ഹിസ് ടങ് ലോലഡ് ഫ്രം ഹിസ് ജ്യൂസ് എന്ന് വെച്ചാൽ നായക്കുട്ടി ഇങ്ങനെ തടിച്ചിട്ട് ഒരു ബ്ലോട്ടഡ് സോസേജിൻ്റെ പോലെയായിരുന്നു. അതേപോലെ തന്നെ രണ്ട് കാലും അപ്പുറത്തിപ്പുറത്തായിരുന്നു. അതേപോലെ തന്നെ കണ്ണ് വളരെ ചുമന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, പട്ടിക്കുട്ടി നേരെ മാത്രം നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം തല പൊന്തിക്കാനുള്ള അതുപോലും ഇല്ലായിരുന്നു. പിന്നെ പട്ടിക്കുട്ടീൻ്റെ നാവ് പുറത്തേക്ക് ഇങ്ങനെ ജോ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നീണ്ടിട്ടുള്ള ഒരു നാവായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കിതയ്ക്കായിരുന്നു. നമ്മൾ നായ ഇങ്ങനെ നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ കിതയ്ക്കില്ലേ, അതുപോലെ കിതയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, Mrs. Pamphore hesitated to explain. He was so listless, Mr. Harriet. He seemed to have no energy. I thought he must be suffering from malnutrition, so I have been giving him some little extras between meals to build him up. Some malt and a cold liver oil and a bowl of Horlicks at night to make him sleep. Nothing much really. അപ്പോൾ എന്താണ്, മിസ്റ്റർ ഹേരിയറ്റ് ആ നായനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ മിസ്സസ് പാംഫർ ഇങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നായക്കുട്ടീനെ കുറിച്ച് പറയുമ്പോൾ മിസ്സസ് പാംഫറെ പറയാണ്, മിസ്റ്റർ ഹേരിയറ്റ്,
നായക്കുട്ടിക്ക് പണ്ടത്തെ പോലത്തെ എനർജി ഒന്നുമില്ല, തീരെ എനർജി ഇല്ല. അപ്പം എനർജി കിട്ടാനായിട്ട് ഞാൻ എൻ്റെ നായക്കുട്ടിക്ക് എക്സ്ട്രാ ഭക്ഷണം കൊടുക്കുകയാണ്. 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടകൂടെ തന്നെ എക്സ്ട്രാ ഭക്ഷണം കൊടുക്കുകയാണ് മിസ്സസ് പാംഫറെ. അപ്പം മിസ്സസ് പാംഫറെ നമ്മുടെ നായക്കുട്ടിക്ക് കുറേ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ ഒക്കെ ഭക്ഷണമാണ്? സം മാൾട്ട് ആൻഡ് കോൾഡ് ലിവർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങളും അതേപോലെ തന്നെ മീനിൻ്റെ എണ്ണയും അതേപോലെ തന്നെ ഹോർലിക്സ്, രാത്രി ഹോർലിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് നായയ്ക്ക്. അപ്പോൾ മിസ്സസ് പാംഫറെ പറയുന്നത് എന്താണ്? നായക്കുട്ടിക്ക് പണ്ടത്തെ പോലെ എനർജി ഇല്ല, എനിക്ക് തോന്നുന്നത് ന്യൂട്രീഷൻ്റെ കുറവായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നായക്കുട്ടിക്ക് 3 നേരം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എന്താണ് കുറച്ച് മാൾട്ടും കോൾഡ് ലിവർ ഓയിലും ഹോർലിക്സൊക്കെ കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് മിസ്സസ് പാംഫറെ പറയാണ്. ആൻഡ് ഡിഡ് യു കട്ട് ഡൗൺ ഓൺ ദ സ്വീറ്റ് തിങ്സ് ആസ് ഐ ടോൾഡ് യു? Oh, I did for a bit, but he seemed to be so weak I had to relent. He does love cream cakes and chocolate, so I can't bear to refuse him. അപ്പോൾ മിസ്റ്റർ ഹേരിയറ്റ് ചോദിക്കുകയാണ്, ശരി അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്വീറ്റ് തിങ്സൊക്കെ കട്ട് ചെയ്തോ, അങ്ങനത്തെ മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിസ്സസ് പാംഫറെ പറയാണ്, ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ നോക്കി, പക്ഷേ എനിക്ക് അത് ഉപേക്ഷിക്കേണ്ട വന്നു ആ ഒരു ഡിസിഷൻ. കാരണം എൻ്റെ നായക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ക്രീം കേക്ക്സും ചോക്ലേറ്റ്സും ഒക്കെ, അതുകൊണ്ട് എനിക്ക് അവന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ്. ഐ ലുക്ക്ഡ് ഡൗൺ എഗെയിൻ അറ്റ് ദ ലിറ്റിൽ ഡോഗ്. ദാറ്റ് വാസ് ദ ട്രബിൾ. Tricky's only fault was greed. He had never been known to refuse food. He would tackle a meal at any hour of the day or night. And I wondered about all the things Mrs. Pamphore hadn't mentioned. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മിസ്റ്റർ ഹേരിയറ്റ് ഒരു വട്ടം കൂടി ആ നായേനെ നോക്കുകയാണ്, കുഞ്ഞെ നായക്കുട്ടീനെ നോക്കുകയാണ്. അപ്പം നായക്കുട്ടീൻ്റെ ആ കൂടിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രാന്തം ഉണ്ടായിരുന്നു, നല്ല ആക്രാന്തം ഉണ്ടായിരുന്നു, ഗ്രീഡ് എന്ന് വെച്ചാൽ എത്ര ഭക്ഷണം കിട്ടിയാലും ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും തരുന്ന ഭക്ഷണം കഴിക്കും. ടാക്കിൾ എന്ന് വെച്ചാൽ തരുന്ന ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഏത് രാത്രിയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഭക്ഷണം എത്ര കൊടുത്താലും അത് കഴിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഐ വണ്ടേർഡ് അബൌട്ട് ഓൾ ദ തിങ്സ് മിസ്സസ് പാംഫറി ഹാഡൻ മെൻഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ ഹേരിയറ്റിന് മനസ്സിലായി ഈ പറഞ്ഞ ഹോർലിക്സും കോൾഡ് ലിവറും അതേപോലെ തന്നെ മാൾട്ടൊന്നല്ല, അതിനെക്കാട്ടും കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് മിസ്റ്റർ ഹേരിയറ്റിന് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്? മിസ്റ്റർ ഹീരിയറ്റ് അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ആർ യു ഗീവിങ് ഹിം പ്ലെൻറ്റി ഓഫ് എക്സസൈസ്? ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വെൽ, ഹി ഹാഡ് ഹിസ് ലിറ്റിൽ വാക്സ് വിത്ത് മീ ആസ് യു ക്യാൻ സീ, ബട്ട് ഹോച്ച്കിൻ ദ ഗാർഡനർ ഹാഡ് ബീൻ ഡൗൺ വിത്ത് ലുംബാങ്കു, സോ ദർ ഹാഡ് ബീൻ നോ റിംഗ് ത്രോയിങ് ലേറ്റ്ലി. അപ്പോൾ എന്താണ് നമ്മുടെ മിസ്റ്റർ ഹീരിയറ്റ് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിസ്സസ് പാംഫറെ പറയും, കുഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ദേ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാനും എൻ്റെ നായ്ക്കുട്ടി നടക്കുന്നത്, അതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങും. പിന്നെ ഹോച്ച്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനറിൻ്റെ പേരാണ്, ആളുടെ ഒപ്പം റിംഗ് ത്രോയിങ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് ആൾക്കൊരു ബാക്ക് പെയിൻ ഉണ്ട്, അതാണ് ലുംബാങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കൊരു ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ റിംഗ് ത്രോയിങ് ഒന്നും കളിക്കുന്നില്ല എന്ന് പറയാണ്. ആര്? മിസ്സസ് പാംഫറെ പറയാണ്. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗിന് കുറേ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവാം. കണ്ടോ ട്രിക്കി ഇങ്ങനെ തടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് മിസ്സസ് പാംഫറെ, മിസ്റ്റർ ഹേരിയറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. I tried to sound severe. Now I really mean this. If you don't cut his food right down and give him more exercise, he's going to be really ill. You must harden your heart and keep him on a very strict diet. അപ്പോൾ മിസ്റ്റർ ഹേരിയറ്റ് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഭക്ഷണം കുറച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നായ്ക്കുട്ടിക്ക് ആവശ്യത്തിന് എക്സസൈസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവന് ശരിക്കും ഒരു വലിയ അസുഖം വരുമെന്ന് മിസ്റ്റർ ഹേരിയറ്റ് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കഠിനമാക്കിയിട്ട് ഈ നായ്ക്കുട്ടീനെ അത്യാവശ്യം എക്സസൈസ് ചെയ്യിപ്പിക്കണം, അതേപോലെ തന്നെ ഫുഡൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ നായ്ക്ക് വലിയൊരു അസുഖം വരുമെന്ന് മിസ്റ്റർ ഹേരിയറ്റ് പറയാണ്. മിസ്സസ് പാംഫറെ wrung her hands. Oh, I will, Mr. Harriet. I am sure you are right. But it is so difficult, so very difficult. She set off, head down along the road, as if determined to put the new regime into practice immediately. അപ്പോൾ മിസ്സസ് പാംഫറെ എന്താ 2 കൈയും കൂപ്പി പിടിച്ചിട്ട് പറയാണ്, മിസ്റ്റർ ഹേരിയറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, പക്ഷേ ഈ ഒരു നിങ്ങൾ പറഞ്ഞ ഈ എക്സസൈസ്, ഈ ഫുഡ് കുറയ്ക്കലൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു വളരെ ഡിഫിക്കൽട്ടായുള്ള ഒരു കാര്യമാണ്, എന്നാലും ഞാനത് ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരും, ആ നായക്കുട്ടിയും മിസ്സസും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മിസ്സസ് ഇങ്ങനെ തല കുനിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ തല കുനിച്ച് നടക്കുമ്പോൾ മിസ്റ്റർ ഹേരിയറ്റിന് തോന്നുന്നുണ്ട്, നമ്മുടെ മിസ്സസ് എന്താണ് ഇനി എക്സസൈസൊക്കെ ചെയ്യും
അവസാനിപ്പിക്കണം, ഫുഡൊക്കെ കുറയ്ക്കണം, അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പോകാമെന്ന് മിസ്റ്റർ ഹേരിയറ്റിന് തോന്നി എന്നാണ് പറയുന്നത്. ഐ വാച്ച്ഡ് ദെയർ പ്രോഗ്രസ് വിത്ത് ഗ്രോയിങ് കൺസേൺ. അപ്പോൾ മിസ്റ്റർ ഹേരിയറ്റിന് ഇങ്ങനെ അത് കണ്ടപ്പോൾ, ആ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിലായി എത്ര കൺസേൺ ഉണ്ട് ആ പട്ടിയോട്, എന്തോരം സ്നേഹമുണ്ട് എന്നൊക്കെ മനസ്സിലായി. ട്രിക്കി വാസ് ടോട്ടറിങ് അലോങ് ഇൻ ഹിസ് ലിറ്റിൽ ട്വീറ്റ് കോട്ട്. ഹി ഹാഡ് എ ഹോൾ wardrobe of this coats for the cold weather and a raincoat for the wet days. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ട്രിക്കി, ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടുല്ലേ, ട്രിക്കി ആ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ആ കോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ ട്രിക്കിക്ക് പലതരം കോട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലത്തിനാണെങ്കിലും ചൂട് കാലത്തിലാണെങ്കിലും അങ്ങനെ ഓരോരോ കോട്ടുകളുണ്ട്, അങ്ങനെ പലതരം കോട്ടുകളുണ്ട്. ഹി സ്ട്രഗിൾഡ് ഓൺ ഡ്രോപ്പിംഗ് ഇൻ ഹിസ് ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നായക്കുട്ടിക്ക് ഒരു ചെങ്ങല ഉണ്ടാവില്ല, ഒരു ബെൽറ്റ് ഉണ്ടാവില്ല, ബെൽറ്റും ഇങ്ങനെ തൂങ്ങി കിടക്കാമെന്നാണ് പറയുന്നത്. ഐ തോട്ട് ഇറ്റ് വുഡൻ ബി ലോങ് ബിഫോർ ഐ ഹേർഡ് ഫ്രം മിസ്സസ് പാംഫറി. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് ഇങ്ങനെ മൈൻഡിൽ ചിന്തിക്കുകയാണ്, ഈ അടുത്ത് തന്നെ മിസ്സസ് പാംഫറി എന്നെ വിളിച്ചിരിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ പറയാണ് ആര്, നമ്മുടെ ഹേരിയറ്റ് എന്ന് വെച്ചാൽ വെറ്ററിനറി സർജൻ ഇങ്ങനെ പറയാണ്. The expected call come within a few days. Mrs. Pamphray was distraught. Tricky would eat nothing, refused even his favorite dishes, and besides he had bout of vomiting. He spent all his time lying on a rug painting, didn't want to go for walks, didn't want to do anything. I had made my plans in advance. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, മിസ്റ്റർ ഹേരിയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്നെ മിസ്സസ് പാംഫറെ എന്നെ ഈ അടുത്ത് തന്നെ വിളിക്കുമെന്ന് മിസ്റ്റർ ഹേരിയറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ കോള് വന്നു. അപ്പോൾ മിസ്സസ് പാംഫറെ പറയാണ് മിസ്സസ് പാംഫറെ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഫോൺ വിളിച്ച് പറയാണ് ട്രിക്കി ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല, ട്രിക്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, എപ്പോഴും തൻ്റെ റഗ് എന്ന് വെച്ചാൽ ചവിട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആകെ ഫെയിൻ്റായിട്ട് കിടന്നിട്ട് ഇങ്ങനെ നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ കിതയ്ക്കുകയാണ് എന്നൊക്കെ പറയാണ്. അവന് ഇപ്പം ഞാൻ നടക്കാൻ വിളിക്കുമ്പോൾ നടക്കുന്നില്ല, അവനൊന്നും ചെയ്യണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലാണ് മിസ്സസ് പാംഫറെ കോൾ ചെയ്തത്. ഐ ഹാഡ് മെയ്ഡ് മൈ പ്ലാൻസ് ഇൻ അഡ്വാൻസ്. അപ്പം മിസ്റ്റർ ഹേരിയറ്റിന് ഇത് മുൻകൂട്ടി അറിയാം, അതുകൊണ്ട് തന്നെ പ്ലാനൊക്കെ മുൻകൂട്ടി തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഓൺലി വേ വാസ് ടു ഗെറ്റ് ട്രിക്കി ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ എ പീരീഡ്. ഐ സജസ്റ്റഡ് ദാറ്റ് ഹി ബി ഹോസ്പിറ്റലൈസ്ഡ് ഫോർ അബൌട്ട് എ ഫോർട്ട്നൈറ്റ് ടു ബി കെപ്റ്റ് അണ്ടർ ഒബ്സർവേഷൻ. അപ്പോൾ ആകെ കൂടിയുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കിനെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. അപ്പോൾ മിസ്സസ് പാംഫറേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു 2 ആഴ്ച ആ നായ്ക്കുട്ടീനെ എൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരണം, ആ നായ്ക്കുട്ടീനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എനിക്ക് 2 ആഴ്ച ആ നായ്ക്കുട്ടീനെ എൻ്റെ അവിടെ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞു. ദ പുവർ ലേഡി ഓൾമോസ്റ്റ് സ്വോണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആ ലേഡി തല കറങ്ങി വീഴാറായി. ഷി വാസ് ഷുവർ ഹി വുഡ് പൈൻ ആൻഡ് ഡൈ ഇഫ് ഹി ഡിഡ് നോട്ട് സീ ഹെർ എവറി ഡേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡിക്ക് അറിയാം, ഈ നായ്ക്കുട്ടിക്ക് ഈ ലേഡീനെ കണ്ടില്ലെങ്കിൽ ഈ നായ്ക്കുട്ടിക്ക് ആകെ വിഷമമായി, നായ്ക്കുട്ടി ചിലപ്പോൾ കുറച്ചും കൂടി വീക്കാവാനാണ് സാധ്യതയെന്ന് ഈ ലേഡി വിചാരിക്കുകയാണ്. But I took a firm line. Tricky was very ill and this was the only way to save him. In fact, I thought it best to take him without delay. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. മിസ്റ്റർ ഹേരിയറ്റ് ഇത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, എന്തായാലും ഇവനെ എൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ട്രിക്കിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് പറയാണ്, ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട്. ട്രിക്കി വാസ് വെരി ഇൽ ആൻഡ് ദിസ് വാസ് ദ ഓൺലി വേ ടു സേവ് ഹിം. എന്ന് വെച്ചാൽ ട്രിക്കി അത്ര സീരിയസ് ആയിട്ടുള്ളൊരു അസുഖത്തിലാണ്, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അവനെ രക്ഷിക്കണമെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് മിസ്റ്റർ ഹേരിയറ്റ് പറയുകയാണ്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് ബെസ്റ്റ് ടു ടേക്ക് ഹിം വിത്തൗട്ട് ഡിലേ ആൻഡ് ഫോളോഡ് ബൈ മിസ്സസ് പാംഫറേസ് വെയിലിങ്സ്. അപ്പോൾ എന്താണ്, മിസ്റ്റർ ഹേരിയറ്റ് അധികം സമയമൊന്നും അവിടെ നിൽക്കാണ്ട് പെട്ടെന്ന് നായ്ക്കുട്ടീൻ്റെ അടുത്ത് പോകാൻ നോക്കി, അല്ലെങ്കിൽ കുറേ നേരം നിർത്തി കഴിഞ്ഞാൽ ഈ മിസ്സസ് പാംഫറെ ചിലപ്പോൾ തലകറങ്ങി വീഴും, അങ്ങനെ ഇരുന്ന് കരയായിരുന്നു. കണ്ടോ വെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയാ. ഐ മാർച്ച്ഡ് ഔട്ട് ടു ദ കാർ ക്യാരിങ് ദ ലിറ്റിൽ ഡോഗ് റാപ്ഡ് ഇൻ എ ബ്ലാങ്കറ്റ്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് ആ നായക്കുട്ടീനെ ഒരു ബ്ലാങ്കറ്റിൽ കവർ ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ദ എൻറ്റയർ സ്റ്റാഫ് വാസ് റൗസ്ഡ് ആൻഡ് മെയ്ഡ്സ് റഷ്ഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രിങ്ങിങ് his day bed, his night bed, favorite cushions, toys and rubber rings, breakfast bowl, lunch bowl, supper bowl. Realizing that my car would never hold all this stuff, I started to drive away as I moved off. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എൻ്റെ സ്റ്റാഫ്. അപ്പോൾ നമുക്കറിയാം ഈ മിസ്സസ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ
ആളുടെ വീട്ടിൽ കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷമമായി, കാരണം അത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നായകുട്ടിയായിരുന്നു ഈ ട്രിക്കി. പിന്നെന്താണ്, അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്താണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടാ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി, നായക്കുട്ടീൻ്റെ ബെഡ്, അതേപോലെ തന്നെ നൈറ്റ് ബെഡ്, ഇഷ്ടപ്പെട്ട ടോയ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ജോലിക്കാർ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ആ സമയത്ത്. പക്ഷേ മിസ്റ്റർ ഹേരിയറ്റിന് അറിയാം ഈ സാധനങ്ങൾ മൊത്തം മിസ്റ്റർ ഹേരിയറ്റിൻ്റെ കാറിൽ കൊള്ളില്ല എന്ന് റിയലൈസ് ചെയ്തിട്ട് തന്നെയാണ് മിസ്റ്റർ ഹേരിയറ്റ് അവിടെ നിൽക്കുന്നത്. ആസ് ഐ മൂഡ് ഓഫ് മിസ്സസ് പാംഫറെ വിത്ത് എ ഡെസ്പയറിംഗ് ക്രൈ ത്രൂ ആൻഡ് ആംഫുൾ ഓഫ് ദ ലിറ്റിൽ കോട്സ് through the window. I looked in the mirror before I turned the corner of the drive. Everybody was in tears. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, കാറിൽ മിസ്റ്റർ ഹേരിയറ്റും ആ നായകുട്ടി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണാടി കൂടെ കാണാണ് എന്ത്, മിസ്സസ് പാംഫറി ആ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ നായക്കുട്ടീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൊക്കെ വലിച്ചെറിയുന്നത്. കാരണം അങ്ങനത്തെ ഒരു വിഷമത്തിലായിരുന്നു നമ്മുടെ മിസ്സസ് പാംഫറെ ഉള്ളത്. അപ്പം എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും ഈ നമ്മുടെ ട്രിക്കി പോണതിന് നല്ല വിഷമമുണ്ടായിരുന്നു. Out of the road, I glanced down to the pathetic little animal gasping on the seat by my side. അപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നായക്കുട്ടി അപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്നു. അപ്പോൾ നായക്കുട്ടീനെ നോക്കുകയാണ്, ആ ഒരു പത്തറ്റിക് ലിറ്റിൽ ആനിമൽ എന്ന് വെച്ചാൽ കണ്ട പാവം തോന്നും, ഇങ്ങനെ നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ പാറ്റഡ് ദ ഹെഡ് ആൻഡ് ട്രിക്കി മെയ്ഡ് എ ബ്രേവ് എഫേർട്ട് ടു വാഗ് ഹിസ് ടെയിൽ. അപ്പോൾ എന്താണ്, നമ്മൾ നായക്കുട്ടീനെ ഇങ്ങനെ നമ്മൾ തലോടില്ല, അതുപോലെ തലോടിയപ്പോൾ എന്താണ്, കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നായക്കുട്ടി വാലിങ്ങനെ ആട്ടാൻ ശ്രമിക്കുകയാണ്, അതും വളരെ കഷ്ടപ്പെട്ടിട്ട്. പുവർ ഓൾഡ് ലാഡ്. അപ്പോൾ എന്താ, അപ്പോൾ ഇങ്ങനെ പറയണോ, എന്തോ ഒരു പാവപ്പെട്ട ലാഡ് എന്ന് പറയാണ്. ഐ സെയ്ഡ് യു ഹാവൻറ്റ് എ കിക്ക് ഇൻ യുവർ ബട്ട് ഐ തിങ്ക് ഐ നോ എ ക്യൂർ ഫോർ യു. യു ഹാവൻറ്റ് എ കിക്ക് ഇൻ യു ബട്ട് ഐ തിങ്ക് ഐ നോ എ ക്യൂർ ഫോർ യു. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് പറയാണ്, എനിക്കറിയാം നിനക്ക് എനർജി ഒന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു മരുന്നുണ്ട് എന്ന് പറയാണ്. നെക്സ്റ്റ് പാർട്ട്, അത് സർജറി ദ ഹൗസ് ഹോൾഡ് ഡോഗ്സ് സർജറി റൗണ്ട് മീ. അപ്പോൾ നായക്കുട്ടീനെ കൊണ്ടുപോയിട്ട് നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ആ ഒരു സർജറി എന്ന് വെച്ചാൽ ആ ഒരു ക്ലിനിക്കിലെത്തി. അപ്പോൾ എല്ലാ നായക്കുട്ടികളും ഇങ്ങനെ ചുറ്റും വളയായിരുന്നു. സർജറി റൗണ്ട് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും വളയാം. ട്രിക്കി ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ നോയ്സി pang with dull eyes and when put down lay motionless on the carpet. The other dogs, after sniffing round him for a few seconds, decided he was an uninteresting object and ignored him. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, അപ്പോൾ ഇവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ നായ്ക്കളും ഇവരെ ചുറ്റിനും നിൽക്കുകയാണ്. ട്രിക്കി ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ നോയ്സി പാങ് വിത്ത് ഡൾ ഐസ്. അപ്പോൾ ഈ ഒരു നോയ്സി ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ എന്താണ്, ട്രിക്കി ഇങ്ങനെ നോക്കുകയാണ്, ആ ട്രിക്കിൻ്റെ ഒരു ഡള്ളായിട്ടുള്ള കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് അനങ്ങണ പോലും ഇല്ല, കാരണം അത്ര എനർജി ഇല്ല, കാർപ്പറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ഡോഗ്സൊക്കെ ഈ നായേനെ ഇങ്ങനെ സ്നിഫ് ചെയ്തപ്പോൾ ഇങ്ങനെ മണത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ നായ്ക്കൾക്ക് മനസ്സിലായി ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. എന്നിട്ട് ആ നായനെ ഇഗ്നോർ ചെയ്തിട്ട് അവരവരുടെ വഴിക്ക് പോയി. I made up a bed for him in a warm, loose box next to the one where the other dogs slept. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് എന്താണ് ചെയ്തത്, ഈ നായയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബെഡ് തയ്യാറാക്കി, ഒരു വാം ആയിട്ടുള്ള ഒരു ലൂസ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു ബെഡ് തയ്യാറാക്കി, മറ്റുള്ള ഡോഗ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ബെഡ് തയ്യാറാക്കി. For 2 days I kept an eye on him, giving him no food but plenty of water. അപ്പോൾ 2 ദിവസം ഈ മിസ്റ്റർ ഹേരിയറ്റ് ഈ നായനെ ഒബ്സർവ് ചെയ്യായിരുന്നു, എന്നിട്ട് ഫുഡ് ഒന്നും കൊടുത്തില്ല, കുറേ വെള്ളം മാത്രം കൊടുത്തു. At the end of the second day he started to show some interest in his surroundings and on the third he began to whimper when he heard the dogs in the yard. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എന്താണ്, മിസ്റ്റർ ഹേരിയറ്റ് ഈ നായനെ ഒബ്സർവ് ചെയ്യായിരുന്നു, എന്നിട്ട് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറേ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. At the end of the second day, അപ്പോൾ 2ാമത്തെ ദിവസത്തിൻ്റെ ഒരു അവസാനമൊക്കെ ആയപ്പോൾ ഈ നായ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി, മറ്റ് സറൗണ്ടിങ്സിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ 3ാമത്തെ ദിവസമായപ്പോൾ എന്താണ്, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. വിംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി, മറ്റുള്ള നായ്ക്കളൊക്കെ കുറയ്ക്കണതും അതുപോലെ തന്നെ ആ നായ്ക്കൾ കളിക്കണതൊക്കെ കേട്ടപ്പോൾ ഈ നായ കുഞ്ഞു കുഞ്ഞു സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. When I opened the door, Tricky trotted out and was immediately engulfed by joy, the greyhound and his friends. അപ്പോൾ എന്താണ്, അപ്പോൾ മിസ്റ്റർ ഹേരിയറ്റ് ആ വാതിൽ തുറന്നപ്പോൾ ട്രിക്കി എന്താണ് പുറത്തേക്ക് ഓടി വന്നു, എന്നിട്ട് മറ്റുള്ള നായ്ക്കളുടെ അപ്പം ഇങ്ങനെ ചുറ്റും നിൽക്കായിരുന്നു. എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ ആ ജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായയാണ്, അതേപോലെ തന്നെ ഗ്രേ ഹൗണ്ട് അതൊരു നായയാണ്. പിന്നെ മറ്റുള്ള നായ്ക്കളുടെ അപ്പമൊക്കെ
ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ട്രിക്കി. ആഫ്റ്റർ റോളിംഗ് ഹിം ഓവർ ആൻഡ് ത്രൂ ഔട്ട്ലി ഇൻസ്പെക്ടിങ് ഹിം ദ ഡോഗ്സ് മൂഡ് ഓഫ് ഡൗൺ ദ ഗാർഡൻ. ട്രിക്കി ഫോളോഡ് ദം റോളിംഗ് സ്ലൈറ്റ്ലി വിത്ത് ഹിസ് സർപ്ലസ് ഫാറ്റ്. അപ്പോൾ മറ്റുള്ള നായ്ക്കൾ ഈ നായേൻ്റെ മേത്തൊക്കെ ഇങ്ങനെ ചാടി അവരിങ്ങനെ കളിക്കൂല എല്ലാ നായ്ക്കളും കൂടിയിട്ട്. അങ്ങനെ അവർ ഉന്തിത്തള്ളി അങ്ങനെയൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള നായ്ക്കൾ എന്താണ് അവരവരുടെ പരിപാടിക്ക് പോയി. അപ്പോൾ അവരുടെ ബാക്കിൽ കൂടെ നമ്മുടെ ട്രിക്കി അവരുടെ പിന്നാലെ പതുക്കെ ഓടി തുടങ്ങി. വിത്ത് സർപ്ലസ് ഫാറ്റ് എന്ന് വെച്ചാൽ ബാക്കി കുറച്ച് തടി ഉണ്ടായിരുന്നല്ലോ, പകുതി കൊഴുപ്പ് ഇങ്ങനെ ഫുഡൊന്നും കൊടുക്കാണ്ട് ഇപ്പോൾ പോയി, ഇനി ബാക്കി കുറച്ച് കൊഴുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഓടായിരുന്നു. Later that day I was present at feeding time. I watched while Tristan slopped the food into the bowls. There was the usual headlong rush, followed by the sound of high-speed eating. Every dog knew that if he fell behind the others, he was liable to have some competition for the last part of his meal. അപ്പോൾ എന്താണ് അടുത്ത ദിവസമായപ്പോൾ എന്താണ് മിസ്റ്റർ ഹേരിയറ്റ് ഭക്ഷണം കൊടുക്കേണ്ട സമയമായപ്പോൾ മിസ്റ്റർ ഹേരിയറ്റ് അവിടെ വന്നിട്ട് എല്ലാ നായ്ക്കളും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന ആളാണ് ട്രിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിസൺ സ്ലോപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യുക. അപ്പോൾ ഫുഡ് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത സമയമായപ്പോൾ മിസ്റ്റർ ഹേരിയറ്റ് അവിടെ വന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാധാരണ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ എല്ലാ നായ്ക്കളും എന്താണ് ചെയ്യുക, തല ഇങ്ങനെ മുമ്പോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓടി വരും ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് നല്ല സ്പീഡായിട്ട്. കാരണം പുറകെ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സ്പീഡ് എടുത്തിട്ട് ആ ബൗളിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ആ ഒരു ഓട്ടം മിസ്റ്റർ ഹേരിയറ്റ് ഒബ്സർവ് ചെയ്യായിരുന്നു. കണ്ടോ നായ്ക്കളൊക്കെ ഓടുന്നത്. When they had finished, Tricky took a walk. അപ്പോൾ എല്ലാവരും ആ ബൗളിൻ്റെ അടുത്ത് എത്തിയിട്ടോ. When they had finished, Tricky took a walk around the shining bowls, licking casually inside one or two of them. Next day, an extra bowl was put out for him, and I was pleased to see him jostling his way towards it. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ നായ്ക്കളും വളരെ സ്പീഡുള്ളതാണല്ലോ. ഈ ട്രിക്കിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ നായ്ക്കളും നല്ല സ്പീഡുള്ളതാണ്. അപ്പോൾ എല്ലാവരും നല്ല സ്പീഡിൽ ഓടിയിട്ട് ആ ബൗളിലുള്ള ഭക്ഷണമൊക്കെ തിന്നു. അപ്പോൾ അവസാനം നമ്മുടെ ഈ ട്രിക്കി അവസാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ പാത്രമൊക്കെ ഒന്ന് നക്കി. അപ്പോൾ ഇത് നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് ഒബ്സർവ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ട്രിക്കിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ബൗൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ an extra bowl was put out for him, and I was pleased to see him jostling his way towards it. അപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ ഫുഡൊക്കെ വെച്ചപ്പോൾ ഈ ട്രിക്കി ഇങ്ങനെ ആക്രാന്തത്തോട് ഓടി വരണേ കണ്ടപ്പോൾ മിസ്റ്റർ ഹേരിയറ്റിന് വിഷമം തോന്നി. From then on, his progress was rapid. അപ്പോൾ ആ ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നായക്കുട്ടിക്ക് വളരെ ഭേദമായി, രോഗമൊക്കെ വളരെ ഭേദമായി. He had no medical treatment of any kind, but all day he ran about with the dogs, joining in those friendly screamages. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ നായക്ക് നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ, മരുന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടി ട്രിക്കിനോട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത് മറ്റേ നായ്ക്കളുടെ അപ്പം കളിക്കാൻ വിടും. അവരപ്പോൾ പല രീതിയിൽ കളിക്കും അല്ലേ. ഹി ഡിസ്കവർഡ് ദ ജോയ്സ് ഓഫ് ബീങ് ബൗൾഡ് ഓവർ, trampled on and squashed every few minutes. അപ്പോൾ എല്ലാ നായ്ക്കളും കൂടി ബോളൊക്കെ ഇങ്ങനെ തട്ടും, അതേപോലെ തന്നെ ചവിട്ടി കൂട്ടും, എന്നിട്ട് അത് സ്ക്വാഷ് ചെയ്യും. അങ്ങനെ നായ്ക്കൾ കളിക്കുന്ന എല്ലാ കളിയിലും നമ്മൾ ട്രിക്കി കൂടി. He became an accepted member of the gang, an unlikely, silky little object among the shaggy crew, fighting like a tiger for his share at meal times and hunting rats in the old hen house at night. He had never had such a time in his life. അപ്പോൾ ആ നായ്ക്കളുടെ അപ്പം ഓടിച്ചാടി കളിക്കും, ഗെയിംസ് കളിക്കും, അതേപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു നല്ല ടൈഗറിൻ്റെ പോലെ ആക്രാന്തത്തോട് ഓടി വരും. പിന്നെന്താണ് ഓൾഡ് ഹെൻ ഹൗസിൽ അപ്പോൾ പണ്ടത്തെ ഒരു കോഴിക്കൂടിൻ്റെ ഉള്ളിൽ കുറേ റാറ്റ്സ് ഉണ്ടായിരുന്നു. ആ റാറ്റ്സിനൊക്കെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് പിടിക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനത്തെ ഒരു സമയം ട്രിക്കിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മിസ്റ്റർ ഹേരിയറ്റ് പറയുന്നത്. All the while, Mrs. Pamphray labored anxiously in the background, ringing a dozen times a day for the latest bulletins. I dodged the questions about whether his cushions were being turned regularly or his correct coat worn according to the weather, but I was able to tell her that the little fellow was out of the danger and convalescing rapidly. അപ്പോൾ
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ നായ്ക്കുട്ടി മറ്റുള്ള നായ്ക്കുട്ടികളുടെ പഠിച്ച് പൊളിച്ച് നടക്കാമായിരുന്നു എന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇടയിലും മിസ്സസ് പാംഫർ ഒരു ദിവസം ഒരു 100 വട്ടെങ്കിലും വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസ്, ബുള്ളറ്റൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഐ ഡോഡ്ജ് ദ ക്വസ്റ്റ്യൻസ്. ഡോഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മിസ്സസ് പാംഫർ ഇങ്ങനെ ചോദിക്കും, കോട്ട് മാറ്റിയോ, അവൻ്റെ ഡ്രസ്സ് മാറ്റിയോ, അവൻ്റെ ഈ കോട്ട് ഇട്ടോ, അവൻ്റെ ഈ കോട്ട് കഴുകിയോ എന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവസാനം പറഞ്ഞു, എന്ത്, നിങ്ങളുടെ നായക്കുട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ റിക്കവർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദ വേർഡ് കൺവലൈസിങ് സീംഡ് ടു ഡു സംതിങ് ടു മിസ്സസ് പാംഫ്രെ. ഷീ സ്റ്റാർട്ടഡ് ടു ബ്രിങ് റൗണ്ട് ഫ്രഷ് eggs, 2 dozens at a time, to build up Tricky's strength. For a happy period, my partners and I had 2 eggs for breakfast, but when the bottles of wine began to arrive, the real possibilities of the situation began to dawn on the household. അപ്പോൾ ഇവിടെ പറയുന്നത് മിസ്സസ് പാംഫർ കേട്ടുമല്ലോ മിസ്റ്റർ ഹേരിയറ്റ് പറയുന്നത്, ആ നായക്കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, റിക്കവർ ആയിട്ട് വരുന്നുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ മിസ്സസ് പാംഫറയ്ക്ക് എന്താണ്ട് പോലെയായിരുന്നു. മിസ്സസ് പാംഫറെ ഒരു ദിവസം 2 വട്ടം ഒരു ഡസൻ ഓഫ് എഗ്സ് കൊടുത്തു വിടാൻ തുടങ്ങി. അതേപോലെ തന്നെ വൈനും കൊടുത്തു വിടാൻ തുടങ്ങി. അപ്പോൾ ഈ എഗ്സും വൈനൊക്കെ ഇവരല്ല, ഈ നായല്ല കഴിക്കുന്നത്, അത് മിസ്റ്റർ ഹേരിയറ്റും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മിസ്റ്റർ ഹേരിയറ്റിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് 2 എക്സ്ട്രാ മുട്ട അവർ കഴിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്താണ് അവർ ചെയ്യാൻ തുടങ്ങിയത്, ഇറ്റ് വാസ് ടു അവർ വൈനും കഴിക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് വാസ് ടു എൻറിച്ച് ട്രിക്കീസ് ബ്ലഡ് ലഞ്ച് ബിക്കം എ സെറിമണിയൽ ഒക്കേഷൻ വിത്ത് 2 glasses ഓഫ് വൈൻ ബിഫോർ ആൻഡ് സെവറൽ ഡ്യൂറിങ് ദ മീൽ. അപ്പോൾ വൈൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കീൻ്റെ ബ്ലഡിന് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ വൈനും ആരാണ് കഴിക്കുന്നത്, നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ വൈനും ഈ എഗ്ഗൊക്കെ വരണ കണ്ടപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും മിസ്റ്റർ ഹേരിയറ്റിനൊക്കെ ഒരു വലിയൊരു സെറിമണിയൽ ഒക്കേഷൻ പോലെയായിരുന്നു. കാരണം നമുക്കൊക്കെ കല്യാണത്തിനൊക്കെയാണ് നമുക്ക് വൈനും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വൈനും അതുപോലെ തന്നെ കുറേ ഫുഡൊക്കെ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാൻ തുടങ്ങി. We could hardly believe it when the brandy came to put a final edge on Tricky's constitution. For a few nights, the fine spirit was rolled around, inhaled and reverently drunk. അപ്പോൾ എന്താണ്, we could hardly believe, അപ്പോൾ എന്താണ്, എല്ലാവരും ബിലീവ് ചെയ്യാത്തൊരു കാര്യം വരാൻ തുടങ്ങി, ബ്രാൻഡി വരാൻ തുടങ്ങി. അപ്പോൾ ട്രിക്കീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസാനമായിട്ടുള്ള ഫുഡും കൂടി വരാൻ തുടങ്ങി, ബ്രാൻഡി വരാൻ തുടങ്ങി. അപ്പോൾ ബ്രാൻഡി വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് സന്തോഷമായി. കാരണം എന്താണ്, രാത്രി അവർക്ക് ഈ ബ്രാൻഡി മണത്തിട്ടും കഴിച്ചിട്ടൊക്കെ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. There were days of deep content, starting well with the extra eggs in the morning, improved and sustained by the midday wine, and finishing luxuriously round the 5 with the brandy. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ദിവസം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ദിവസമായിട്ട് തോന്നാൻ തുടങ്ങി. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും മിസ്റ്റർ ഹേരിയറ്റിനൊക്കെ രാവിലെ 2 മുട്ട ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ അവർക്ക് കിട്ടി. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് വൈൻ കൂട്ടി കഴിക്കാം. പിന്നെ രാത്രി ഒരു ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ബ്രാൻഡി കഴിക്കാനൊക്കെ അവർ തുടങ്ങി. It was a temptation to keep Tricky on a permanent guest, but I knew Mrs. Pumphrey was suffering, and after a fortnight felt compelled to phone and tell her that the little dog had recovered and was awaiting collection. അപ്പോൾ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതേപോലെ തന്നെ മിസ്റ്റർ ഹേരിയറ്റിനൊക്കെ ഒരു ടെംപ്റ്റേഷൻ വന്നു, എന്ത്, ട്രിക്കിനെ ഇവിടെ നിർത്തിയാലോ പെർമനൻ്റ് ആയിട്ട്. കാരണം അവിടെയുള്ള എല്ലാവർക്കും എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് തോന്നാൻ തുടങ്ങിയില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ 2 മുട്ട എക്സ്ട്രാ കിട്ടും, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വൈൻ കൂട്ടി കഴിക്കാം, പിന്നെ രാത്രി ബ്രാൻഡി കുടിച്ച് ഉറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ട്രിക്കിനെ പെർമനൻ്റ് ആയിട്ട് വെച്ചാലോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ഹേരിയറ്റിനും അറിയാം എന്ത്, മിസ്സസ് പാംഫർ അവിടെ എന്തോരം വിഷമത്തിലാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ഈ നായക്കുട്ടീനെ കാണാണ്ട് മിസ്സസ് പാംഫർ എത്ര ഒരു ഇതിലാണ് ഇരിക്കണതെന്ന് മിസ്റ്റർ ഹാരിയറ്റിന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ മിസ്റ്റർ ഹാരിയറ്റ് എന്താണ്, കമ്പൽ ചെയ്തു, ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്തു, ഫോൺ വിളിച്ചു. എന്നിട്ട് മിസ്സസ് പാംഫറിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ നായ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിത്തിൻ മിനിറ്റ്സ് about 30 feet of gleaming black metal drew up outside the surgery. The chauffeur opened the door and I could just make out the figure of Mrs. Pumphrey almost lost in the interior. അപ്പോൾ എന്താണ്, ഇത് പറഞ്ഞപ്പോൾ വിത്തിൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് മെറ്റൽ വന്നു, എന്ന് വെച്ചാൽ കാറ് വന്നു. അവരുടെ ക്ലിനിക്കിൻ്റെ അടുത്തേക്ക് കാറ് വന്നു. എന്നിട്ട് ചൗഫർ ഓപ്പൺ ദ ഡോർ, എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവർ നമ്മുടെ മിസ്സസ് പാംഫറിൻ്റെ ഡോറ് തുറന്ന് വെച്ചു. അപ്പോൾ മിസ്സസ് പാംഫറിനെ കണ്ടപ്പോൾ മിസ്റ്റർ ഹേരിയറ്റിന് മനസ്സിലായി എന്തോ ഒരു ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇരിക്കണേന്ന്. ഹെർ ഹാൻഡ്സ് were tightly clasped in front of her, her lips trembled.
ഹോ മിസ്റ്റർ ഹീരിയറ്റ് ടു ടെൽ മീ ദ ട്രൂത്ത് ഈസ് ഹി റിയലി ബെറ്റർ. അപ്പോൾ 2 കൈ കൂപ്പിക്കൊണ്ട് മിസ്റ്റർ ഹീരിയറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ സത്യം പറയും, എൻ്റെ നായ്ക്ക് ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടാവും, ശരിക്കും ബെറ്ററായോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഹീ ഈസ് ഫൈൻ. ദർ ഇസ് നോ നീഡ് ഫോർ യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. ഐ വിൽ ഗോ ആൻഡ് ഫെച്ച് ഹിം. അപ്പോൾ എന്താണ് മിസ്റ്റർ ഹീരിയറ്റ് പറയണത്? അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ബെറ്റർ ആയിട്ട്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ നമ്മുടെ ട്രിക്കിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഐ വാക്ക്ഡ് ത്രൂ ദ ഹൗസ് ഇൻ ടു ദ ഗാർഡൻ. എ മാസ് ഓഫ് ഡോഗ്സ് വാസ് ഹർട്ട്ലിംഗ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ ലോൺ ആൻഡ് ഇൻ ദെയർ മിഡ്സ്റ്റ് എ ഫ്ലാപ്പിംഗ്, tail waving was a little golden figure of Tricky. In 2 weeks he had been transformed into a lithe, hard-muscled animal. He was keeping up well with the back stretching out in great bonds, his chest almost brushing the ground. അപ്പോൾ എന്താണ്, നമ്മുടെ ട്രിക്കിനെ കളക്ട് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ഹീരിയറ്റ് അവരുടെ ഗാർഡൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു കൂട്ടം ഹാർട്ട്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം നായ്ക്കൾ സ്പീഡിൽ ഇങ്ങനെ ഓടാണ് എന്ന് വെച്ചാൽ എല്ലാവരും ഓടി കളിക്കുകയാണ് ആ ഗാർഡൻ്റെ മൊത്തം. അലൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പേസിനെ പറയുന്നതാണ്. അവിടെ മൊത്തം ഇങ്ങനെ വളരെ സ്പീഡായിട്ട് ഓടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് ഉണ്ടാവുന്നത്, ഒരു വളരെ മീറ്റ്സായിട്ട് അതേപോലെ തന്നെ ചെവിടൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് വാലൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് ഒരു ഗോൾഡൻ ഫിഗർ അതിൻ്റെ ഇടയിൽ കൂടെ വരാണ്. അതാരാണ്? ട്രിക്കിയാണ്. അപ്പോൾ 2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു തടിച്ചിട്ടുള്ള ഒരു ട്രിക്കി വളരെ ഫ്ലെക്സിബിളായിട്ട് മാറി. ലിത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിളായിട്ട് മാറി, വളരെ ഹാർഡ് മസിൽഡ് ആനിമലായിട്ട് മാറി. അതേപോലെ തന്നെ എന്താണ്, ആ ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിൻ്റെ ഇടയിലുള്ളൊരു നായയായിട്ട് മാറി. സ്ട്രെച്ചിങ് ഔട്ട് ഇൻ ഗ്രേറ്റ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിയിലാണെങ്കിലും ഈ നായ വളരെ സ്പീഡിൽ ഓടിക്കയറുന്ന ഒരു നായയായി. ആ നായേൻ്റെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ തൊടുന്നത്ര വലിയ ചെസ്റ്റൊക്കെ ആയി. അതിൻ്റെ അർത്ഥം മൊത്തം നമ്മുടെ നായ സെറ്റപ്പായെന്ന്. ഐ ക്യാരിഡ് ഹിം ബാക്ക് അലോങ് ദ പാസേജ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ദ ചൗഫർ വാസ് സ്റ്റിൽ ഹോൾഡിംഗ് ദ കാർ ഡോർ ഓപ്പൺ ആൻഡ് വെൻ ട്രിക്കി സോ ഹിസ് mistress, he took off from my arms in a tremendous leap and sailed into Mrs. Pamphor's lap. അപ്പോൾ എന്താണ്, ആ നായേനെ എടുത്തുകൊണ്ട് ആ കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ചൗഫർ ഇപ്പോഴും ഡ്രൈവർ ഇപ്പോഴും ആ വാതിൽ തുറന്ന് വെച്ചേക്കായിരുന്നു. നമ്മുടെ ലേഡീൻ്റെ വാതിൽ എന്ന് വെച്ചാൽ അവരുടെ ആ ഡോറ് തുറന്ന് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ട്രിക്കി ഈ മിസ്ട്രസ്സിനെ കണ്ടപ്പോൾ തന്നെ മിസ്റ്റർ ഹേരിയറ്റിൻ്റെ കയ്യിൽ നിന്നും ഓടിയിട്ട് നമ്മുടെ മിസ്സസ് പാംഫറേൻ്റെ മടിയിൽ പോയി ഇരുന്നു. Who and then had to defend herself as he swarmed over her, licking her face and barking. അപ്പോൾ നമ്മുടെ ആ ട്രിക്കി നമ്മുടെ ഈ മിസ്സസിനെ കണ്ടപ്പോൾ തന്നെ മിസ്സസ് പാംഫറിനെ കണ്ടപ്പോൾ തന്നെ എന്താണ് ട്രിക്കി മിസ്റ്റർ ഹേരിയറ്റിൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയിട്ട് മിസ്സസ് പാംഫറേൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് ആളെ നക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇങ്ങനെ സ്നേഹം കൊണ്ട് വാലാട്ടാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം മിസ്സസ് പാംഫറെ തന്നെ ഡിഫെൻഡ് ചെയ്യണം വന്നു. കാരണം നമുക്കറിയാം, ഒരു നായ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും നമുക്കറിയാലോ. അപ്പോൾ അത് തടയേണ്ട വന്നു. കാരണം അത്ര ഇഷ്ടം ഉണ്ടായിരുന്നു ട്രിക്കിക്ക് ഈ മിസ്സസ് പാംഫറയോടും മിസ്സസ് പാംഫറയ്ക്ക് ട്രിക്കിയോടും. ഡ്യൂറിങ് ദ എക്സൈറ്റ്മെൻറ്റ് ഐ ഹെൽപ്ഡ് ദ ചൗഫർ ടു ബ്രിങ് ഔട്ട് ദ ബെഡ്സ്, ടോയ്സ്, കുഷ്യൻസ്, കോട്ട്സ് ആൻഡ് ബൗൾസ്, നൺ ഓഫ് വിച്ച് ഹാഡ് ബീൻ യൂസ്ഡ്. ആസ് ദ കാർ മൂവ്ഡ് അവേ മിസ്സസ് പാംഫറെ ലേൺഡ് ഔട്ട് ഓഫ് ദ വിൻഡോ, ടീയേഴ്സ് ഷോൺ ഇൻ ഹെർ ഐസ്, ഹെർ ലിപ്സ് ട്രെമ്പിൾഡ്. അപ്പോൾ എന്താണ്, ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഈ ട്രിക്കും മിസ്സസ് പാംഫറയൊക്കെ കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ മിസ്റ്റർ ഹേരിയറ്റ് ഡ്രൈവറെ സഹായിക്കായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഡോഗിനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ടോയ്സും കിടക്കും അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അതൊന്നും നമ്മുടെ മിസ്റ്റർ ഹേരിയറ്റ് ഉപയോഗിച്ചില്ലെങ്കിലും അതൊക്കെ തിരിച്ചു കൊടുത്തേച്ചു. അപ്പോൾ അങ്ങനെ കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സസ് പാംഫറെ ആ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കി. എന്നിട്ട് മിസ്സസ് പാംഫറേൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ടായിരുന്നു, ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഹോ മിസ്റ്റർ ഹേരിയറ്റ്, ഷി ക്രൈഡ്, ഹൗ കൻ ഐ എവർ താങ്ക് യു, ദിസ് ഈസ് എ ട്രയംഫ് ഓഫ് സർജറി. അപ്പം മിസ്റ്റർ ഹേരിയറ്റിനോട് പറയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയാം, ഇതാണ് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയം, ഇതാണ് ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ വിജയം ഇതാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രയംഫ് ഓഫ് സർജറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് തന്നെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.